ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കാണിച്ച വീഡിയോയുടെ ബാക്കിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ആദ്യ ഭാഗങ്ങൾ കണ്ടായിരുന്നു. ഇത് നമ്മൾ അതിൻ്റെ രണ്ടാം ഭാഗം, കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഭാഗങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ബസ് യാത്രയുടെ അവസാന ഭാഗമാണ് കാണിച്ചു നിർത്തിയത്. ബസ്സിൽ വന്ന് ഇറങ്ങുന്നിടം വരെയായിരുന്നു കാണിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വണ്ടിയാണ്. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതുപോലെ തന്നെയുള്ള വേറൊരു ബസ്സിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തത്. കാരണം ആ ബസ്സിൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ടൈം പോയായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് കയറുമായിരുന്നു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തത്. ഇത് ഇത്ര വണ്ടിയിലാണ് നമ്മൾ പോയത്. ഈ വണ്ടിയിലൂടെയുള്ള യാത്രയായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. നമുക്ക് ഈ ബസ് കൂടാതെ സൈക്കിളിൽ വേണമെങ്കിലും അവിടോട്ട് യാത്ര ചെയ്യാം. സൈക്കിളിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു 10-15 ഏക്കറോളം വരുന്ന ഒരു ഗാർഡനാണ്. പല വഴികളുണ്ട്. എങ്ങാനും വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് യൂസ് ചെയ്യാതിരുന്നത്. നമ്മൾ ബസ് യാത്ര കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം വിശ്രമിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചതിൻ്റെ ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ മീനിനെ വളർത്തുന്ന സ്ഥലമുണ്ട്. അവിടേക്ക് നമ്മൾ പോയി. അവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ്ങനെ തീറ്റ കൊടുക്കുമ്പോഴത്തേക്കിന് മീനിങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് മീനിന് തീറ്റ കൊടുക്കുക. തീറ്റ ഇവിടെ തന്നെ കടകളിൽ കിട്ടും. ഇത് മേടിച്ച് മീനിന് തീറ്റ കൊടുക്കുന്ന ഭാഗമാണ്. ഞാനിപ്പോൾ തീറ്റ കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ തന്നെ വേറൊരു കൊച്ചും അതിൻ്റെ അപ്പനും കൂടെ അവിടെ നിന്ന് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ഇല്ലാത്തത്. ഇതാണ് കണ്ടോ, ഇത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് മീനിങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. ഇതാണ് മീനിന് കൊടുക്കുന്ന തീറ്റ. ഇവിടെ നമുക്ക് ചൂണ്ടയിട്ട് പിടിക്കാനുള്ള അനുവാദമില്ല. നമുക്ക് ഇങ്ങനെ മീനിന് തീറ്റ കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് മനസ്സിന് വളരെയധികം കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം നമ്മൾ ഒരു തരി അങ്ങോട്ട് വാരി എറിയുമ്പോഴത്തേക്കിന് മീൻ കൂട്ടമായിട്ട് വന്ന് അത് കൊത്തി തിന്നുന്നത് കാണാൻ വളരെയധികം മനോഹരമാണ്. ഇനി അവിടെയുള്ള കാഴ്ചകളെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക അവിടെ ഇനി എന്തൊക്കെ കാഴ്ചകളാണ് ഉണ്ടായിരുന്നു എന്നുള്ളത്.
അവിടെ നമ്മുടെ ബസ്സിൻ്റെ സമയം അവിടെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ സമയത്താണ് ബസ് പോകുന്നതെന്ന്. രാവിലെ 8:45 തൊട്ട് വൈകുന്നേരം 4:15 വരെയാണ് ബസ് പോകുന്നത്. അത് ഓരോ 15 മിനിറ്റ് ഇടവിട്ടും ബസ് നമ്മളെ ഇതിനകത്തൂടെ മുഴുവൻ കറക്കി കാണിക്കും. അതിൻ്റെ ടൈമിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ കൂടെ ഷിക്ഷോയും അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചായിരുന്നു. ഇതാണ് ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡും കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. വൈകുന്നേരം 5:30 തിരിച്ചു പോരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ച് റോഡിലേക്ക് എത്തി. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.